നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ആന്റണി രാജ്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് 2022 കോമൺവെൽത്ത് ഗെയിംസിനെ കുറിച്ചാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നോക്കാം എന്താണ്. 2022 വരുന്നതിന് മുമ്പ് ആദ്യമായി കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് 1930 1930 ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടന്ന സ്ഥലമാണ് ഹാമിൽട്ടൺ എന്ന് പറയുന്ന സ്ഥലം. ഹാമിൽട്ടൺ എന്ന് പറയുന്ന സ്ഥലം ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ കാനഡയിലാണ്. അപ്പോ 1930 ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. എവിടെ വെച്ചാണ് നടന്നതെന്ന് ചോദിച്ചാൽ ഹാമിൽട്ടൺ എന്ന് പറയുന്ന സ്ഥലം, അത് കാനഡയിലാണ്. 2018 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി കഴിഞ്ഞ ഇടയ്ക്ക് 2022 ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു 2018 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി. 2018 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എന്ന് പറയുന്നത് ഗോൾഡ് കോസ്റ്റ് ആണ്. ഗോൾഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ആണ്. ഗോൾഡ് കോസ്റ്റ് ഓസ്ട്രേലിയ. അപ്പൊ ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് ഹാമിൽട്ടൺ 1930, അത് കാനഡയിലാണ്. കാനഡ. 2018 വേദി ഗോൾഡ് കോസ്റ്റ് ആണ്, അത് ഓസ്ട്രേലിയയാണ്. 2022 നമ്മൾ പഠിക്കുന്നത്. 2022 അപ്പൊ നമ്മുടെ ഇവിടെ തുടങ്ങുകയാണ്, ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ, ആരംഭിക്കുകയാണ്. 2022 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയായിരുന്നു? 2022 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലാണ്. ഇംഗ്ലണ്ടിലെ സ്ഥലമാണ് ബെർമിംഗ്ഹാം കേട്ടോ. ബെർമിംഗ്ഹാം എന്ന് പറയുന്ന സ്ഥലം, ബെർമിംഗ്ഹാം, ഇംഗ്ലണ്ട്. 2022 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എന്ന് പറയുന്നത് ബെർമിംഗ്ഹാം ആണ്, ഇംഗ്ലണ്ടിലാണ്. എന്തായിരുന്നു ഭാഗ്യചിഹ്നം? ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ഒരു കാളയാണ്, ഒരു കാള കേട്ടോ. 2022 കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഒരു കാളയാണ്. ആ കാളയ്ക്ക് ഒരു പേരുണ്ട്, അതാണ് പെറി എന്ന കാള. 2022 കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്താണ്? പെറി എന്ന കാള. ഇനി അടുത്തത് കോമൺവെൽത്ത് ഗെയിംസിന്റെ മുദ്രാവാക്യമാണ് ഗെയിംസ് ഫോർ എവരിവൺ. ഇത് മുദ്രാവാക്യമാണ്, ശ്രദ്ധിക്കണേ. മുദ്രാവാക്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാല് എന്താണ്? ഗെയിംസ് ഫോർ എവരിവൺ. ഇതായിരുന്നു മുദ്രാവാക്യം. ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചത് ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ചാൾസ് രാജകുമാരനാണ്. ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ചാൾസ് രാജകുമാരനാണ്. മൊത്തം 72 രാജ്യങ്ങൾ ഈ കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്തു. 72 രാജ്യങ്ങൾ ഈ കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്തു. 72 രാജ്യങ്ങൾ പങ്കെടുത്തതിൽ ഇന്ത്യയിൽ നിന്ന് ഏകദേശം 215ഓളം ടീം അംഗങ്ങൾ ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്തു. 215ഓളം ടീം അംഗങ്ങൾ ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്തു. ക്രിക്കറ്റ്, വനിതാ ക്രിക്കറ്റ് ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയത് ഈ പറയുന്ന കോമൺവെൽത്ത് ഗെയിംസിലായിരുന്നു. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ വനിതാ ക്രിക്കറ്റ് ഉൾപ്പെടുത്തി. ഇനി അടുത്തത് ഉദ്ഘാടന ചടങ്ങുണ്ട്. കോമൺവെൽത്ത് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങില് ഇന്ത്യയുടെ പതാക ഏന്തിയത് ആരായിരുന്നു? ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക ഏന്തിയ 2 പേരാണ്, മൻപ്രീത് സിംഗും പി വി സിന്ധു. അപ്പൊ സിംധു 2 പേരെന്നുള്ളൂ അവിടെ ചിന്തിച്ചു. സിംധു, മൻപ്രീത് സിംഗ്, പി വി സിന്ധു. സിന്ധുവും. അപ്പൊ സിന്ധുവും കൂടെ ഇന്ത്യയുടെ പതാക ഏന്തി. അങ്ങനെ ആ രീതിയിൽ ആലോചിക്കൂ. മൻപ്രീത് സിംഗും പി വി സിന്ധുവും. സമാപന ചടങ്ങിൽ ആരായിരുന്നു? സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് നിഖാത്ത് സരിൻ. അജന്താ സരിൻ കേട്ടിട്ടുള്ള ആളാ. നിഖാത്ത് സരിൻ ഇവിടെ ശ്രദ്ധിച്ചോ. അജന്താ ശരത്ത്. നിഖാത്ത് സരിനും അജന്താ ശരത്തോടാണ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത്. ഒളിമ്പിക്സിന്റെ മോട്ടോ എന്തായിരുന്നു? ഒളിമ്പിക്സിന്റെ മോട്ടോ എന്ന് പറയുന്നത് സ്പോർട്ട് ഈസ് ജസ്റ്റ് ദ ബിഗിനിങ് എന്നുള്ളതായിരുന്നു. മോട്ടോ എന്തായിരുന്നു? സ്പോർട്ട് ഈസ് ജസ്റ്റ് ദ ബിഗിനിങ് എന്നുള്ളതായിരുന്നു മോട്ടോ. സ്പോർട്ട് ഈസ് ജസ്റ്റ് ദ ബിഗിനിങ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി ആരൊക്കെയാണ് ജേതാക്കളായെന്ന് നമുക്ക് നോക്കാം. മെഡൽ ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം.
ഏറ്റവും കൂടുതൽ മെഡൽ നേടി ഒന്നാം സ്ഥാനത്തെത്തിയത് ഓസ്ട്രേലിയ 178 മെഡലുമായി ഒന്നാം സ്ഥാനത്തെത്തി. ഏറ്റവും കൂടുതൽ മെഡൽ നേടി ഒന്നാം സ്ഥാനത്തെത്തിയത് ഓസ്ട്രേലിയ. രണ്ടാം സ്ഥാനത്തെത്തിയ ഇംഗ്ലണ്ടിന് 176 മെഡലാണ് കിട്ടിയത്. 176 മെഡൽ എന്ന് പറയുമ്പോൾ 2 മെഡലിന്റെ കുറവ്. രണ്ടാം സ്ഥാനം കിട്ടിയ ഇംഗ്ലണ്ടിന് 2 മെഡലിന്റെ കുറവ്, 176 മെഡൽ. മൂന്നാം സ്ഥാനത്തുള്ള കാനഡയ്ക്ക് 92 മെഡൽ കിട്ടി. മൂന്നാം സ്ഥാനത്തുള്ള കാനഡയ്ക്ക് 92 മെഡലും. ഇന്ത്യയുടെ സ്ഥാനം, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 61-ാമതായിരുന്നു. ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 61-ാമതായിരുന്നു. അപ്പൊ ആദ്യത്തെ 4 സ്ഥാനങ്ങൾ കിട്ടി. അപ്പൊ ഇന്ത്യക്ക് എത്രാം സ്ഥാനം? ഇന്ത്യക്ക് 4-ാം സ്ഥാനം. അത് പ്രത്യേകം ഒന്ന് ഓർത്തോണം. ഇന്ത്യക്ക് 4-ാം സ്ഥാനം. 1 ഓസ്ട്രേലിയ, 2 ഇംഗ്ലണ്ട്, 3 കാനഡ. ഇപ്പൊ AEC എന്നിവിടെ ഓർത്തിരിക്കുക. സാധാരണ നമ്മൾ പഠിക്കാറ് ABCD എന്നല്ലേ പഠിക്കാറുള്ളത്. ഇവിടെ നിങ്ങൾ ആലോചിക്കുക AEC ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, കാനഡ. ഓസ്ട്രേലിയക്ക് എത്ര മെഡൽ? 178 മെഡൽ. ഇംഗ്ലണ്ടിന് 176 മെഡൽ. കാനഡ 92 മെഡൽ. അപ്പൊ ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരാം. ഇന്ത്യക്ക് എത്ര മെഡലാ? 61 മെഡൽ. ശ്രദ്ധിക്കൂ, ഇന്ത്യക്ക് എത്ര മെഡൽ കിട്ടി? ഇന്ത്യക്ക് എത്ര മെഡൽ കിട്ടി എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഇന്ത്യക്ക് കിട്ടിയ മെഡലുകളുടെ എണ്ണം 61. സ്വർണവും വെള്ളിയും വെങ്കലവും എല്ലാം കൂടാണ് ഈ 61 എന്ന് പറയുന്നത്. സ്വർണം എത്രയായിരുന്നു? 22 സ്വർണം കിട്ടി. 22 സ്വർണം കിട്ടി. വെള്ളി എത്രയായിരുന്നു? 16 വെള്ളി കിട്ടി. 16 വെള്ളി കിട്ടി. വെങ്കലം എത്രയായിരുന്നു? വെങ്കലം ഇത് രണ്ടും കിട്ടി കഴിഞ്ഞാൽ ബാക്കി എളുപ്പമാണ്. 23. അപ്പൊ 22 സ്വർണം, 16 വെള്ളി, 23 വെങ്കലം എന്നിങ്ങനെയായിരുന്നു ഇന്ത്യയുടെ മെഡൽ നേട്ടങ്ങൾ എന്ന് പറയുന്നത്. 22 സ്വർണം, 16 വെള്ളി, 23 വെങ്കലം. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കണം. സംശയം വരുവാണ്. 22, 16, 23 കൂട്ടി നോക്കണം. 6 2 8 3 11, ശിഷ്ടം 1, 2 2 4 5 6, 61 കൃത്യമായിട്ട് കിട്ടും. ഇതാണ് ഇന്ത്യക്ക് കിട്ടിയ മെഡലുകൾ. അപ്പൊ ഇത് ഓർത്തിരിക്കാനായിട്ട് നമ്മളൊരു കാര്യം കൂടെ പറയാം. നമ്മൾ സാധാരണ പറയാറുള്ള വാക്കാണ് എന്ത്? 22 കാരറ്റ് സ്വർണം. 22 കാരറ്റ് സ്വർണം. അപ്പൊ സ്വർണം 22. 61 തിരിച്ചിട്ടു 16 വെള്ളി. അപ്പൊ ടോട്ടൽ 61 ആണെന്ന് അറിയാം. സ്വർണവും വെള്ളി അറിയാമെങ്കിൽ പിന്നെ വെങ്കലം അവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല. പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. 61 എതിരായിട്ട് കൂട്ടിയിട്ട് കുറച്ചാൽ മതി. അപ്പൊ 23 എന്ന് നിങ്ങൾക്ക് കിട്ടിക്കോളൂ. എന്തായാലും ഓർത്തിരിക്കാൻ എളുപ്പമായ സംഖ്യകളാണ് 22, 16, 23. അപ്പൊ ഇന്ത്യയുടെ ഒരു മെഡൽ നില എന്നുള്ളത് അവിടെ നമ്മൾ പഠിച്ചു. ഇവിടെ നിങ്ങൾ ആലോചിക്കണം, ഈ 22 സ്വർണം ഒന്നും നമ്മൾ അതിന്റെ പുറകെ പോകരുത്. അതായത് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരെ ഒന്ന് പഠിച്ചു നോക്കണം. ആരൊക്കെയാണെന്ന് നോക്കാം. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് ആരാണ്? 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് വെയിറ്റ് ലിഫ്റ്റിംഗിലാണ്, അല്ലെങ്കിൽ ഭാരോദ്വാഹനത്തിലാണ് മെഡൽ നേടിയ ആളാണ് സങ്കേത് സർഗാർ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യത്തെ മെഡൽ നേടിയത് ആരാണ്? സങ്കേത് സർഗാർ. അപ്പൊ സർക്കാർ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയെന്ന് ആലോചിക്കൂ. സർക്കാർ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടി സങ്കേത് സർഗാർ. അദ്ദേഹം വെള്ളിയാണ് നേടിയത്. സങ്കേത് സർഗാർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ വെയിറ്റ് ലിഫ്റ്റിംഗ്. വെള്ളി മെഡലാണ് നേടിയത്. ഇനി പരിചയമുള്ള ആളാണ് മീരാഭായ് ചാനു. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണ്ണ മെഡൽ നേടിയത് മീരാഭായ് ചാനു. 22 സ്വർണം കിട്ടിയെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അതിൽ ആദ്യത്തെ സ്വർണം ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നത് മീരാഭായ് ചാനു. അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിക്കോണം. മീരാഭായ് ചാനു ഈ പറയുന്ന പോലെ ഭാരോദ്വാഹനം അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റിംഗുമായി ബന്ധപ്പെട്ട കായിക താരമാണ്. അപ്പൊ 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യത്തെ മെഡൽ നേടിയത് സങ്കേത് സർഗാർ, വെള്ളി, വെയിറ്റ് ലിഫ്റ്റിംഗ്. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യത്തെ സ്വർണ്ണ മെഡൽ നേടിയത് മീരാഭായ് ചാനു, വെയിറ്റ് ലിഫ്റ്റിംഗ്. അപ്പൊ ആ പോയിന്റ് അവിടെ ക്ലിയർ ആയി. അടുത്ത ഭാഗത്തിലേക്ക് വരാം. ഇതിനകത്ത് കുറച്ച് മലയാളികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുറച്ച് മലയാളികളുണ്ട്. ആ മലയാളികളുടെ പേര് നിർബന്ധമായും ഒന്ന് പഠിച്ചിരിക്കണം. ആ മലയാളികളുടെ പേരാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ മലയാളിയുടെ പേരാണ് ട്രീസ ജോളി. ഈ ട്രീസ ജോളി ആരാന്ന് ചോദിച്ചാല് ബാഡ്മിന്റൺ താരമാണ്. അത് നിങ്ങൾ അവിടെ നിന്ന് ഓർത്തു നോക്കുക. ട്രീസ ജോളി എന്ന് പറയുന്നത് ആരാണ്? ബാഡ്മിന്റൺ താരമാണ് ആര്? ട്രീസ ജോളി.
ഈ ട്രീസ ജോളി ഈ പറയുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 2 മെഡൽ നേടി. ട്രീസ ജോളി. അതിനകത്ത് നിങ്ങൾ ട്രീസ ജോളി എന്ന് കേട്ടിട്ടില്ലെങ്കിൽ ജോളി എന്നുള്ള പേര് കേട്ടിട്ടുണ്ട്. ജോളി ചേച്ചിയൊക്കെ നിങ്ങൾക്ക് അറിയാം. ജോളി ചേച്ചി അല്ലെ, ജോളി ചേച്ചി എപ്പോഴും ചെറിയ ഓർമ്മയൊക്കെ കാണും. പോട്ട്. അപ്പൊ ട്രീസ ജോളി ബാഡ്മിന്റൺ താരമാണ്. ട്രീസ ജോളി ഇപ്രാവശ്യത്തെ കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. മിക്സഡ് ബാഡ്മിന്റണിൽ വെള്ളി മെഡൽ നേടി. വനിതാ ഡബിൾസിൽ വെങ്കല മെഡലും നേടി. അപ്പൊ മിക്സഡ് ഡബിൾസിൽ വെള്ളി മെഡലും വനിതാ ഡബിൾസിൽ വെങ്കലവും നേടി ട്രീസ ജോളി ഇപ്രാവശ്യം എത്ര മെഡൽ നേടി? 2 മെഡൽ നേടി. ഒരു കോമൺവെൽത്ത് ഗെയിംസിൽ 2 മെഡൽ നേടുന്ന ആദ്യത്തെ മലയാളി വനിതയാണ് ട്രീസ ജോളി എന്നുള്ള പേരോടെ ഓർത്തോണം. ട്രീസ ജോളി ആ പേരോടെ ഓർത്തു. അടുത്തതാരാ? എം ശ്രീശങ്കർ. മുരളി ശ്രീശങ്കർ എന്നാണ് പേര്. മുരളി ഈ മുരളി ശ്രീശങ്കർ എന്ന പേര് ലോങ് ജമ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലോങ് ജമ്പ് പരീക്ഷയ്ക്ക് ചോദിക്കാം. മുരളി ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലോങ് ജമ്പ് താരമാണ് മുരളി ശ്രീശങ്കർ. 2023 പ്രഖ്യാപിച്ച GV രാജ പുരസ്കാരം ലഭിച്ചയാളാണ് മുരളി ശ്രീശങ്കർ എന്ന് പറയുന്നത്. 2023 പ്രഖ്യാപിച്ച GV രാജ പുരസ്കാരം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കായിക പുരസ്കാരമാണ്. ഇത് GV രാജ പുരസ്കാരം, കേരളത്തിലെ ഏറ്റവും വലിയ കായിക പുരസ്കാരം. ഗോദവർമ്മ രാജ, അങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പേര്. ഗോദവർമ്മ രാജ ഇദ്ദേഹത്തിന്റെ പേരിൽ കൊടുക്കുന്ന പുരസ്കാരം 2023 പ്രഖ്യാപിച്ചപ്പോൾ പുരുഷ വിഭാഗത്തിൽ മികച്ച താരമായിരുന്നു എം ശ്രീശങ്കർ. വനിതാ വിഭാഗത്തിൽ മികച്ച താരം എന്ന് പറയുന്നത് അപർണ ബാലനായിരുന്നു. കേട്ടോ, അപർണ ബാല മുരളി എന്നൊന്നും പറഞ്ഞു പോയില്ല. അപർണ ബാലൻ. ഇത് GV രാജ പുരസ്കാരത്തെ കുറിച്ചാണ് പറഞ്ഞത്. 2023 പ്രഖ്യാപിച്ച GV രാജ പുരസ്കാരത്തിലെ മികച്ച പുരുഷ താരമായിരുന്നു എം ശ്രീശങ്കർ. മികച്ച വനിതാ താരമായിരുന്നു അപർണ ബാലൻ. അപ്പൊ തിരിച്ചു വരികയാണ്. അപ്പൊ എം ശ്രീശങ്കർ ലോങ് ജമ്പ് താരമാണ്. വെള്ളി മെഡലാണ് നേടിയത്. കണ്ടോ? ഇനി അടുത്തത് എൽദോസ് പോൾ അല്ലെ, എൽദോസേ അല്ലെ, അവന്റെ കാല് തല്ലി ഓടിക്കടാ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അവിടെ എൽദോസ് പോൾ ഏതാണെന്ന് ചോദിച്ചാൽ ട്രിപ്പിൾ ജമ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ട്രിപ്പിൾ ജമ്പ് താരമാണ് എൽദോസ് പോൾ. ട്രിപ്പിൾ ജമ്പിൽ എൽദോസ് പോൾ എന്ത് ചെയ്തു? സ്വർണ്ണ മെഡലാണ് നേടിയത്. അവിടെ സ്വർണ്ണം. എൽദോസ് പോളിന് എന്തപ്പോ ഒരു പ്രത്യേകതയുണ്ട്. സ്വർണ്ണ മെഡൽ കൊണ്ടുവന്ന ആളാണ് എൽദോസ് പോൾ. അതായത് കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക് വിഭാഗത്തിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യത്തെ മലയാളിയാണ് എൽദോസ് പോൾ. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക് വിഭാഗത്തിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യത്തെ മലയാളിയാണ് എൽദോസ് പോൾ. അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നാൽ അതിശയമൊന്നുമില്ല. ഇനി അടുത്തത് അബ്ദുല്ല അബൂബക്കറും ഈ പറയുന്ന പോലെ ട്രിപ്പിൾ ജമ്പ് തന്നെയാണ് കായിക ഇനം. ട്രിപ്പിൾ ജമ്പ് തന്നെയാണ് കായിക ഇനം. വെള്ളി മെഡലാണ് നേടിയത്. അപ്പൊ അബ്ദുല്ല അബൂബക്കർ. ഈ മലയാളികളുടെ പേരാണ് അത്യാവശ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഓർത്തിരിക്കേണ്ടത്. ട്രീസ ജോളി, അബ്ദുല്ല അബൂബക്കർ, എൽദോസ് പോള്, എം ശ്രീശങ്കർ. ഈ മലയാളികളെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. 4 പേരേ ഉള്ളൂ, പെട്ടെന്ന് ഓർക്കാനും പറ്റും. പിന്നെ ഈ പറഞ്ഞ പോയിന്റുകൾ കൂടി ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ പറഞ്ഞ അത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി.